ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ്. ഇപ്പോൾ ചൂടുള്ള കാലമായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ട്. പെട്ടെന്ന് വിയർക്കുന്നുണ്ട്. ചിലർ സ്കിന്നിൽ വിയർപ്പ് പറ്റിയിട്ട് ചൊറിച്ചിൽ വരുന്നുണ്ട്. വിയർപ്പ് ഒരുപാട് സമയം നിന്നിട്ട് പുറത്തൊക്കെ പോകുന്നവർക്ക് പ്രത്യേകിച്ചും. കാരണം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് ഇടാനോ പറ്റുന്നുണ്ടായിരിക്കില്ല. പിന്നെ ചൂടുകൊണ്ട് ചൂടുകുരു ഉണ്ടായിട്ടുണ്ടാവും ശരീരത്തിൽ. അപ്പൊ അത് ചൊറിച്ചിലും വേദനയൊക്കെ പെയിന് നല്ലോണം ഉണ്ടായിരിക്കാം. ചെറിയ കുട്ടികൾക്കും വലിയവർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഒരുപോലെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് ഇപ്പോഴത്തെ ചൂട്. അങ്ങനെ ഈ ചൂടുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വിയർപ്പുകൊണ്ടും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കുരുക്കളും അതുപോലെ തന്നെ ചൊറിച്ചിലൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു റെമഡി ആയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഞാനിവിടെ ഒരു പാക്കാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി അപ്പൊ ഈ ലീഫ് മെല്ലെ ഒന്ന് ക്രഷ് ചെയ്ത് തൈര് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് കട്ടയായിട്ടുണ്ടാവും. അപ്പൊ ഞാൻ എന്റെ ഫേസിൽ മാസ്ക് അപ്ലൈ ചെയ്തിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ എനിക്ക് എന്റെ ഫേസ് നല്ലതുപോലെ ക്ലിയർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം. തൈരാണ്, പിന്നെ നാടൻ പച്ചമഞ്ഞളാണ്, മുൾട്ടാനി മിട്ടിയുടെ പൗഡറാണ്. മുൾട്ടാനി മിട്ടിയുടെ പൗഡർ അങ്ങാടി കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും കേട്ടോ. പിന്നെ പനിക്കൂർക്കലിന്റെ ലീഫാണ് കേട്ടോ ഇത്. നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ മിക്സിയിൽ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. എല്ലാം അരച്ചെടുക്കുന്നില്ല കേട്ടോ. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പനിക്കൂർക്കലിന്റെ ഇല മഞ്ഞളും മാത്രം ചെറിയ പീസുകളാക്കിയിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അതിന് പകരം നമ്മൾ തൈരാണ് ചേർക്കുന്നത്. ചെറിയൊരു എരിവുണ്ടാവും പനിക്കൂർക്കലിന്റെ ലീഫിന്. അതുകൊണ്ടാണ് അതിലേക്ക് തൈര് ചേർക്കുന്നത്. തൈര് അല്ലെങ്കിലും നമ്മുടെ ചൂടുകാലത്ത് ശരീരത്തിൽ പുരട്ടുന്നത് നല്ലതാണ് കേട്ടോ. തൈര് മാത്രം നമ്മുടെ ശരീരത്തിൽ പുരട്ടുന്നത് നല്ലതാണ്. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഈ ചൊറിച്ചിലും ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് മുറിവായിട്ടുള്ള ചൂടുകൊണ്ട് സഹിക്കാൻ പറ്റാതെ, വിയർപ്പുകൊണ്ട് സഹിക്കാൻ പറ്റാതെ ഉണ്ടായിട്ടുള്ള മുറിവും അതുപോലെ തന്നെ ചൂടുകുരും മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് പനിക്കൂർക്കലിന്റെ ലീഫ് ചേർക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഈ ഒരു പാക്ക്. നമ്മുടെ ഫേസിൽ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം മുൾട്ടാണി മിട്ടി ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഈ പൗഡർ ചേർത്ത് കൊടുക്കണം നിർബന്ധമില്ല കേട്ടോ. നമ്മുടെ ശരീരത്തിൽ മൊത്തമായിട്ടും തേച്ച് പിടിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മുൾട്ടാനി മിട്ടിന്റെ പൗഡർ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫേസിൽ ഉണ്ടായിട്ടുള്ള കരിവാളിപ്പും അതുപോലെ തന്നെ ടാനും എല്ലാം അത് മാറി കിട്ടും ഈ മുൾട്ടാനി മിട്ടിയുടെ പൗഡർ യൂസ് ചെയ്താൽ. അപ്പൊ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ലീഫ് മെല്ലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ തന്നെ നമ്മുടെ മഞ്ഞൾ അരച്ചെടുക്കാനുള്ള വെള്ളം കിട്ടും കേട്ടോ. അപ്പൊ നല്ലതുപോലെ മഞ്ഞൾ പേസ്റ്റ് ആയിട്ട് തന്നെ അരിഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പൊ ആദ്യം നമുക്ക് ഈ ലീഫ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. ക്രഷ് ചെയ്യല്ല, ഒന്ന് അരച്ചെടുക്കുക തന്നെ ചെയ്യാം. പിന്നെ അതിലേക്ക് നമ്മൾ മഞ്ഞൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പൊ നമ്മുടെ മഞ്ഞളും പനിക്കൂർക്കലിന്റെ ലീഫും നല്ലതുപോലെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് മുൾട്ടാണി മിട്ടിയുടെ പൗഡറും 1 ടീസ്പൂണാണ് ചേർത്തെടുക്കുന്നത്. പിന്നെ നിങ്ങൾ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചൊന്ന് കൂട്ടി കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. മുൾട്ടാനി മിട്ടിയുടെ പൗഡർ എല്ലായിടത്തും എത്തുന്നത് വരെ, കട്ടയില്ലാതെ എത്തുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. തൈര് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന സമയത്ത് ചിലപ്പോൾ ഒന്ന് കട്ടയായിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് ഉടച്ച് എല്ലായിടത്തും എത്തുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പാക്കൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഞാൻ എന്റെ ഫേസിൽ ഇതൊന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് ആണ് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മുടെ പനിക്കൂർക്കലിന്റെ ഇല അരച്ചെന്ന് വിചാരിച്ചിട്ട് നീറൊന്നും ഇല്ല കേട്ടോ, നീറ്റിലൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോ ചെറിയ മക്കൾക്ക് നിങ്ങൾക്ക് നീറൊന്ന് പേടിയുണ്ടെങ്കിൽ മാത്രം ചെറിയ ചൂടുവെള്ളത്തില് ലീഫൊന്ന് എടുത്തിട്ട് മാത്രം ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. കൂടുതലായിട്ട് ഇട്ട് വേവിക്കൊന്നും ചെയ്യരുത്. ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് ഇട്ട് ജസ്റ്റ് ആ ലീഫിന്റെ
എരിവൊന്ന് പോകുന്നവര് നമ്മൾ പനിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കുട്ടികൾക്ക് കൊടുക്കാറുണ്ടല്ലോ ലീഫ്. അപ്പൊ ചെറിയൊരു എരിവ് ഉണ്ടാവില്ല തേക്കുമ്പോൾ. അങ്ങനെ എരിവൊന്നും ഉണ്ടാവില്ല ഇത് പച്ചക്ക് നമ്മുടെ ശരീരത്തിൽ അരച്ചു ചേർക്കുന്ന സമയത്ത്. പക്ഷെ എങ്കിൽ നിങ്ങൾക്കൊരു പേടി ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യാം കേട്ടോ. നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ചെറിയ കുരു പോലും ഇതുകൊണ്ട് പോകും കേട്ടോ. ചൂടുകുരു അല്ലാതെ ചെറിയ ചെറിയ കുരുകളൊക്കെ ഉണ്ടായിട്ട് പിരിയേണ്ട സമയത്തൊക്കെ ഉണ്ടായിട്ട് ചെറിയ കുരുക്കളൊക്കെ പോവാതെ നിൽക്കുന്നുണ്ടാവില്ലേ, അതൊക്കെ ഈ പാക്ക് കൊണ്ട് പോയി കിട്ടും കേട്ടോ. ചൂടുകുരുള്ള ആളുകൾക്ക് ഒരു 3-4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലതുപോലെ ഇത് കരിഞ്ഞു പോകുന്ന പോലെയൊക്കെ ഉണങ്ങി പോകുന്ന പോലെ നീറ്റിലൊക്കെ മാറിയിട്ടൊക്കെ നമുക്ക് നല്ലതുപോലെ ഒരു ഫീൽ അനുഭവപ്പെടും കേട്ടോ. 15 മിനിറ്റ് മാത്രം വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ ബോഡിയിലൊക്കെ ഇത് വെച്ചിട്ട് മെയിനായിട്ട് നെക്കിലും ഇപ്പോൾ ബാക്ക് സൈഡിലൊക്കെയാണ് നമുക്ക് ചൂടുകുരു ഉണ്ടാവുക. ആ സൈഡിൽ തന്നെ പുരട്ടി കൊടുക്കാൻ, ബാക്ക് സൈഡിലൊക്കെ നല്ലതുപോലെ തന്നെ പുരട്ടി കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ. കുളിക്കുന്നതിന്റെ ഒരു 15 മിനിറ്റ് ചെയ്യാം. പിന്നെ കുളിക്കുന്ന സമയത്ത് സോപ്പ് ഉപയോഗിക്കാണ്ടിരിക്കുക. അങ്ങനെ ചൂടുകുരു പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ സോപ്പ് ഉപയോഗിക്കാണ്ടിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ സോപ്പ് ഉപയോഗിക്കാതെ കടലമാവോ അല്ലെങ്കിൽ ചെറുപയറിന്റെ പൊടിയോ മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പൊ ഇത് റിമൂവ് ചെയ്യുന്ന സമയത്ത് മാസ്ക് നമ്മൾ ഫേസിൽ ഇട്ടിട്ടുണ്ടെന്ന് റിമൂവ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു മഞ്ഞൾ ശരീരത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ സോപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിച്ചോ വാഷ് ചെയ്യാതെ കടലമാവോ അല്ലെങ്കിൽ ചെറുപയറിന്റെ പൗഡറോ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ. ഇപ്പോഴൊരു 15 മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ എൻ്റെ ഫേസിൽ മാസ്ക് അപ്ലൈ ചെയ്തിട്ട്. ഒന്നും നല്ലോണം ഡ്രൈ ആയിട്ടൊന്നും ഇല്ല കേട്ടോ. കാരണം കംഫർട്ടായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ മാസ്ക് ഇട്ടാൽ സംസാരിക്കാറില്ല കേട്ടോ. മാസ്ക് ഇട്ടാൽ നിങ്ങൾ സംസാരിക്കരുത്. കാരണം ഫേസ് ഒന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ സ്കിന്നൊക്കെ വലിഞ്ഞു പോകും കേട്ടോ. ആ പ്രോബ്ലം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സംസാരിക്കരുത് എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ നമ്മളെടുത്തിട്ടുള്ള തൈരിൻ്റെയും അതുപോലെ തന്നെ പനിക്കൂർക്കലിന്റെ ലീഫിന്റെ ഒക്കെ വെള്ളം നല്ല ഇതുപോലെ തന്നെ സ്കിന്നിൽ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഫേസ് ഡ്രൈ ആവാതെ മാസ്ക് അപ്ലൈ ചെയ്തിട്ടും ഡ്രൈ ആവാതെ ഇരിക്കുന്നത്. ഇത് ഫേസ് നിങ്ങൾ കാണുമ്പോഴേ അറിയുന്നുണ്ടായിരിക്കാം, ഇവിടെ ഒന്നും വലിഞ്ഞിട്ടില്ല, നല്ലോണം ഡ്രൈ ആയിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. നോർമൽ വെള്ളത്തിൽ തന്നെയാണ് വാഷ് ചെയ്തെടുക്കുന്നത്. ഇപ്പൊ ഞാൻ എൻ്റെ ഫേസിലെ മാസ്ക് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്ത് വന്നിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ നോർമൽ വെള്ളത്തിലാണ് ഒന്ന് വാഷ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇതുപോലെ നോർമൽ വെള്ളത്തിൽ തന്നെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ. പിന്നെ മഞ്ഞൾ അലർജി ഉള്ള ആളുകൾ മാത്രം മഞ്ഞൾ സ്കിപ്പ് ചെയ്യാം. മഞ്ഞൾ സ്കിപ്പ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ മഞ്ഞൾ ജസ്റ്റ് ഒന്ന് ഹീറ്റാക്കി ചൂടാക്കിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യാം കേട്ടോ. മഞ്ഞൾ മാത്രം പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് ജസ്റ്റ് ഒരു പാനിൽ ജസ്റ്റ് ഒന്ന് ചെറിയ തിള വരുന്നത് വരെ ഒന്ന് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ മഞ്ഞൾ ഉപയോഗിക്കുമ്പോഴുള്ള ചൊറിച്ചിലും അതുപോലെ പിമ്പിൾസ് വരുന്നതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾ ഒരിക്കലും യൂസ് ചെയ്യരുത്. കടയിൽ നിന്ന് നമ്മുടെ അങ്ങാടി കടയിൽ നിന്ന് അല്ലെങ്കിൽ ഈ മരുന്നുകളൊക്കെ ആയുർവേദ മരുന്നുകളൊക്കെ വാങ്ങിക്കുന്ന ഷോപ്പിൽ നിന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുന്ന മഞ്ഞൾപ്പൊടി നമുക്ക് കിട്ടും കേട്ടോ, വാങ്ങിക്കാൻ കിട്ടും. ഇവിടുന്ന് ഞാൻ അങ്ങനെ കടയിൽ നിന്ന് അങ്ങനെ വാങ്ങിക്കാറാണ് പതിവ്. അല്ലെങ്കിൽ മലഞ്ചരക്ക് കടയിൽ നിന്ന് പച്ചമഞ്ഞൾ വാങ്ങിക്കും. ഇപ്പൊ നമ്മുടെ തൊടിയിൽ കുറച്ച് മഞ്ഞൾ ഉള്ളത് കാരണം കുഴപ്പമില്ലാതെ എനിക്ക് അത്യാവശ്യത്തിനുള്ളതൊക്കെ ഇങ്ങനെ പാക്കുകൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. നല്ലതുപോലെ ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. സ്കിന്നൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഏതൊരു മാസ്ക് ഉപയോഗിച്ചാലും നമുക്ക് നല്ലൊരു ഫീല് കിട്ടും. നമ്മളിപ്പോൾ നോർമലി സാധാരണ ഉപയോഗിക്കുന്ന ഫേസ് മാസ്ക് ആണെങ്കിലും നമ്മൾ ഫേസിൽ ഉപയോഗിച്ച ആ സമയം തൊട്ട് നമുക്കൊരു 2 ദിവസം വരെയെങ്കിലും നമുക്ക് ആ ഒരു കംഫർട്ട് ഫീൽ ചെയ്യും. ഇപ്പൊ എനിക്ക് എൻ്റെ ഫേസ് നല്ലതുപോലെ ക്ലിയർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ മാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു ഫേസ് പാക്കോ അല്ലെങ്കിൽ ഈ ഒരു റെമഡി എന്ന് പറയുന്നത് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. കാരണം ഞാൻ എപ്പോഴും വിയർക്കുന്ന ഒരാളാണ്. അപ്പോൾ വിയർപ്പുണ്ടായിട്ട് ചൂടുകുരു എനിക്ക് ഉണ്ടാവാറില്ല, അതിൻ്റെ ശരീരത്തിൽ ചൂടുകുരു ഉണ്ടാവാറില്ല. പക്ഷെ എപ്പോഴും വിയർക്കും. ഇന്നറുകളൊക്കെ ഇടുന്ന സമയത്ത് ടൈറ്റ് ആയിട്ട് എനിക്ക് ചിലപ്പോൾ ചൊറിച്ചിൽ വരാറുണ്ട് കേട്ടോ.
അങ്ങനെ ചൊറിച്ചിൽ പോലും ഇപ്പോൾ ഇല്ല. ഞാനിപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ആഴ്ചയിൽ 1 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യമൊക്കെയാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ദുർഗന്ധവും വിയർപ്പുകൊണ്ട് ഉണ്ടാകുന്ന സ്മെല്ലൊക്കെ ഇതുകൊണ്ട് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത് തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ്.